സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് ശിവഗിരിയിലേക്ക് എത്തുക? അദ്ദേഹം പറഞ്ഞു നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞു. സാക്ഷാൽ ഗുരുദേവൻ തന്നെയാണ്, ദൈവം തന്നെയാണ് ഇത് നടത്തുന്നതും നയിക്കുന്നതും എന്നുള്ള വിശ്വാസമാണ് എൻ്റെ ഉള്ളിൽ. ശിവഗിരിയിലെ പള്ളിയും മോസ്കും അമ്പലവും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പൊതുവെ ഈഴവ സമുദായം കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായിട്ടും അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടോ? ഉണ്ട്. ചോരയും നീരും രക്തവും ഒക്കെ നൽകി വളർത്തിയെടുത്തത് ആ ജനസമൂഹം പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ആർ ശങ്കർക്ക് ശേഷം കോൺഗ്രസിൽ നിന്നും എത്രയോ നേതാക്കന്മാരുണ്ടായി എങ്കിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല. 28% ജനസമൂഹത്തിന് ഒരു MLA ഉള്ളൂ. അത് മാത്രം മതിയോ? ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂടക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം. അതിൽ മൂളായിക സമ്മതം രാജന് കുമാരനാശാൻ പറഞ്ഞു വെച്ച മാതിരിയായി പോയിരിക്കുന്നു. ഇത്തവണത്തെ തീർത്ഥാടനത്തിൻ്റെ സവിശേഷത എന്തൊക്കെയായിരിക്കും? ഈ പ്രാവശ്യം തീർത്ഥാടനം ഡിസംബർ മാസം 15-ാം തീയതി ആരംഭിക്കും. ശിവഗിരി മഠാധിപതി ശ്രീനാരായണ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റ് സ്വാമി സച്ചിദാനന്ദയാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിട്ടുള്ളത്. നമസ്കാരം സ്വാമിജി. നമസ്തേ. ആദ്യമേ തന്നെ വത്തിക്കാനിൽ നടന്ന സമ്മേളനം വിജയകരമായതിൽ കേരള കൗമുദിയുടെ അഭിനന്ദനങ്ങൾ. പ്രത്യേകം സന്തോഷമുണ്ട്. ഇത് വിജയപ്രദമാക്കുന്നതിൽ കേരളാമുദിയും നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം. അപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ എന്നാണ് ശിവഗിരിയിലേക്ക് എത്തുക? ഞങ്ങൾ അദ്ദേഹത്തെ ക്ഷണിച്ചു. പ്രധാനമന്ത്രി മുൻപ് അദ്ദേഹത്തെ കണ്ടപ്പോൾ ക്ഷണിച്ചിട്ടുണ്ട് ഇന്ത്യയിലേക്ക്. അപ്പോൾ ഇന്ത്യയിൽ വരുന്ന അവസരത്തിൽ അദ്ദേഹത്തെ ശിവഗിരിയിലേക്കും അദ്ദേഹത്തിൻ്റെ ആഗമനം ഉണ്ടാകും എന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് ഇപ്പം മഹാത്മാഗാന്ധിയും ടാഗോറും ഒക്കെ ഇവിടെ വന്ന് ഗുരുവിനെ കണ്ടിരുന്നു. ഇപ്പം മാർപ്പാപ്പ വരികയാണെങ്കിൽ അത് വലിയൊരു ഇതായിരിക്കുമല്ലോ, അല്ലേ? അതെ, അതൊരു ചരിത്ര സംഭവമാണല്ലോ. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന അധ്യാത്മ ഗുരുക്കന്മാരിൽ വിശ്വപ്രസിദ്ധനായ മഹാപുരുഷനാണല്ലോ. എങ്ങനെ ഉണ്ടായിരുന്നു വത്തിക്കാൻ സന്ദർശനം? വത്തിക്കാൻ സന്ദർശനം വളരെ ആഹ്ലാദകരമായിരുന്നു. ഞങ്ങളൊരു വലിയ ലക്ഷ്യത്തിലൂന്നിയാണ് അവിടെ പോയത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജീവിതത്തെയും ദർശനത്തെയും ഗുരുദേവൻ്റെ മതസമന്വയ ദർശനത്തെയും ആ സമൂഹവുമായിട്ട് സംവദിക്കണം, ചർച്ച ചെയ്യണം, ഈ ഒരു ആഗ്രഹത്തോടു കൂടിയാണ് പോയത്. അത് നമുക്ക് നല്ലൊരളവിൽ വിജയപ്രദമാക്കുവാൻ സാധിച്ചു. സാധാരണഗതിയിൽ മാർപ്പാപ്പയെ സന്ദർശിക്കാൻ അത്ര എളുപ്പമല്ല. കാണുകയാണെങ്കിൽ തന്നെ ഒരു ഗ്ലിംസ് അത്രയും മാത്രമേ പെട്ടെന്ന് കണ്ടുപോകണം. ഇത് പക്ഷേ മണിക്കൂറോളം മാർപ്പാപ്പ. സാധാരണ അദ്ദേഹം ബുധനാഴ്ച തോറും ഒരു കിളിവാതിലിലൂടെ ദർശനം നൽകി ഒരു 10 മിനിറ്റ് നേരം ദർശനം നൽകി കൈവീശി അനുഗ്രഹിച്ച് പോവുകയാണ് പതിവ്. ഇപ്രാവശ്യം ഞങ്ങൾക്ക് 1.5 മണിക്കൂർ നേരം ഞങ്ങളോടൊപ്പം അദ്ദേഹം ചെലവിട്ടു. ഗുരുവിൻ്റെ ദർശനത്തെ വിശാലമായി അദ്ദേഹം കണ്ടു, അതനുസരിച്ച് വിലയിരുത്തി പ്രസംഗിച്ചെന്ന് മാത്രമല്ല, അദ്ദേഹം ഇരുന്ന പീഠത്തിൽ നിന്നും എഴുന്നേറ്റ് ഞങ്ങൾ ഓഡിയൻസ് ഇരിക്കുന്ന ഭാഗത്തിൽ വന്ന് അതോടൊപ്പം ഇരുന്ന് ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ പോലും അദ്ദേഹം തയ്യാറായി. ഞാൻ മുൻനിരയിലിരിക്കുകയായിരുന്നു. എൻ്റെ അടുത്തൊരു കസേര കൊണ്ട് ഇട്ട് അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഏതാണ്ട് 180ഓളം ആളുകൾ അവിടെ ഉണ്ട്. അവരെ എല്ലാവരും കൂടെ ഇരുത്തിക്കൊണ്ടുള്ള ഒരു ഫോട്ടോ അദ്ദേഹം എടുക്കാൻ കാരുണ്യം കാട്ടുകയുണ്ടായി. അതൊരു വലിയ ഒരു ഗുരുദർശനം അദ്ദേഹം മനസ്സിലാക്കിയിട്ടായിരിക്കുമല്ലേ? വലിയൊരു അത്ഭുതമാണ്. അദ്ദേഹം ശ്രീനാരായണ ഗുരുദേവൻ്റെ ഏകലോക ദർശനത്തെ നല്ലവണ്ണം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ പ്രസംഗം അച്ചടിച്ച് വിതരണം ചെയ്തിരുന്നു. സൗദ സമ്മേളനം സംബന്ധിച്ച പ്രസംഗം. ഗുരുവിനെ കുറിച്ച് അതിന് വളരെ വിശദമായിട്ട് ഗുരുദേവനെ കുറിച്ച് നന്നായി പറയുന്നുണ്ട്. ശ്രീനാരായണ ഗുരു ലോകത്തെ ഒരു കുടുംബമായി കണ്ടു. അതുപോലെ ശ്രീനാരായണ ഗുരു ജീവിതം മനുഷ്യന് വേണ്ടി സമർപ്പിച്ചു. 100% ശരിയായ 2 പ്രസ്താവങ്ങളാണ്. ഗുരുവിനെ നന്നായിട്ട് അറിഞ്ഞ ഒരാൾക്ക് ഇത്രയും പറയാൻ പറ്റും. അദ്ദേഹം അങ്ങനെ ഇടപഴകാനൊക്കെ എങ്ങനെയായിരുന്നു? വളരെ സ്നേഹമസന്നമായി പെരുമാറി. അദ്ദേഹത്തിന് എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് നൽകി. എല്ലാവരും കൈ മുത്തരുത് എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. കൈ മുത്തിയില്ലെന്ന് മാത്രം, പക്ഷേ എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് നൽകി. പിന്നെ ഉപഹാരങ്ങൾ കൊണ്ടുപോയിരുന്നു. ശിവഗിരി മഠത്തിൻ്റെ ഉപഹാരം, ഗുരുദേവൻ്റെ രൂപം ആലേഖ്യം ചെയ്ത
ഒരു മൊമെൻ്റോ ഞാൻ സമർപ്പിച്ചു. ധർമ്മസംഘം ജനറൽ സെക്രട്ടറി ശുഭങ്കാനന്ദ സ്വാമി ഗുരുദേവൻ്റെ ചിത്രവും മഹാസമാധി മന്ദിരവും ആലേഖനം ചെയ്ത ഒരു ഷാള് അണിയിച്ചു. വീരേശ്വരൻ സ്വാമി, അദ്ദേഹമാണ് ഇതിൻ്റെ സംഘാടക സെക്രട്ടറി, അദ്ദേഹം ഗുരുദേവൻ്റെ വിഗ്രഹം ഉൾക്കൊള്ളുന്ന ഒരു മൊമെൻ്റോ സമർപ്പിച്ചു. പിന്നെ ഇവിടുന്ന് പോയ ഗുരുദേവൻ്റെ ജീവചരിത്രവും കൃതികളും എല്ലാം സമർപ്പിച്ചു. ഞാൻ എഴുതിയ 2 പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. എനിക്ക് തോന്നുന്നു അത് സർവമത സമ്മേളനത്തെ കുറിച്ചുള്ള ഇറ്റാലിയൻ ഭാഷയിലേക്ക് സർവമത സമ്മേളനത്തെ സംബന്ധിച്ച് എഴുതിയത് ഇറ്റാലിയൻ ഭാഷയിലേക്ക് ഡോക്ടർ സബ്രീന, ഒരു പ്രൊഫസറാണ്, ഡോക്ടർ സബ്രീന അലി. അതെ, അവരാണ് വിവർത്തനം ചെയ്യുന്നത്. അവരെ ഭർത്താവ് മലയാളിയാണ്, അബ്ദുൾ ലത്തീഫ്, കോഴിക്കോട്ടുകാരനാണ്. എല്ലാവർക്കും കാണാനും ഉപഹാരങ്ങൾ സമർപ്പിക്കാനുള്ള അവസരവും അദ്ദേഹം നൽകി. ഏതാണ്ട് ഞങ്ങൾ കേരളത്തിൽ നിന്ന് 150 പേര്, 10 സന്യാസിമാർ, പിന്നെ ഒരു 10-20 ആളുകൾ വത്തിക്കാനിലുള്ളവർ, അങ്ങനെ ഇവർക്കെല്ലാം ഒരേ സമയത്ത് ദർശനം നൽകി ക്യൂ ആയി നിന്ന് അദ്ദേഹത്തെ ദർശിച്ചു. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം നേടി, അദ്ദേഹത്തോട് സംസാരിക്കാൻ സാധിച്ചു. ആ അവസരത്തിലാണ് ഞാൻ അദ്ദേഹത്തെ ശിവയിലേക്ക് ക്ഷണിച്ചത്. ആ ക്ഷണം അദ്ദേഹം സ്വീകരിച്ചിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു നെക്സ്റ്റ് ഇയർ എന്ന് പറഞ്ഞു. അതെ, ഈ സമ്മേളനത്തിന് വേണ്ടി പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും ഒക്കെ പങ്കെടുത്തിരുന്നല്ലോ. അദ്ദേഹം വന്നിരുന്നു. അദ്ദേഹവും ഈ സമ്മേളനത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് വളരെ ഊന്നി സംസാരിച്ചു. ലോക സമാധാനമാണ് ആവശ്യം. ഇസ്ലാം എന്ന് പറഞ്ഞാൽ തന്നെ അത് സമാധാനം എന്നാണ് അർത്ഥം. അപ്പോൾ സമാധാനത്തിൻ്റെ പ്രവാചകനായ മുഹമ്മദ് നബിയുടെ അനുയായികളായ മുസ്ലിം സഹോദരന്മാർ ഇങ്ങനെയുള്ളൊരു പരിപാടിക്ക് എല്ലാവിധമായ വിജയങ്ങളും ആശംസിക്കുന്നു, എല്ലാ പിന്തുണയും പ്രഖ്യാപിക്കുന്നു എന്ന് അദ്ദേഹം പറയും. അതുപോലെ ചാണ്ടി ഉമ്മൻ MLA, ചാണ്ടി ഉമ്മൻ എൻ്റെ സംഘാടകനായിരുന്നു, എൻ്റെ ജനറൽ കൺവീനറായിരുന്നു. ഓ അത് ശരി. അദ്ദേഹം വളരെ ആക്റ്റീവായിട്ട്. ശാന്തി ഉമ്മനും ഈ ശിവരിമഠത്തിൻ്റെ പ്രതിനിധിയായ വീരേശ്വരൻ സ്വാമിയും പിന്നെ ഇവിടുത്തെ അഡ്വൈസറി ബോർഡ് മെമ്പറായിട്ടുള്ള KG ബാബുരാജൻ, അദ്ദേഹം ബഹ്റിൻ, ഇവർ 3 പേരുമാണ് മഠത്തിൻ്റെ ഈ സർവ്വസമ്മേളനം നടത്തണമെന്നുള്ള നിർദ്ദേശം വെച്ചുകൊണ്ടുള്ള ഞാൻ എഴുതി കൊടുത്ത ഒരു കത്തുമായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ചങ്ങനാശ്ശേരി സ്വദേശിയായ ഒരച്ഛൻ മാർപ്പാപ്പയുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സഹായം കിട്ടി. അദ്ദേഹത്തിൻ്റെ പേരെന്താണ്? അദ്ദേഹത്തിൻ്റെ പേര് റവറൻഡ് ജേക്കബ് കൂവക്കാട്. അപ്പോൾ അദ്ദേഹം ഇവരെ മാർപ്പാപ്പയുടെ അടുത്ത് കൂട്ടിക്കൊണ്ടുപോയി മാർപ്പാപ്പയായിട്ട് ഗുരുവിൻ്റെ സന്ദേശത്തെയും ദർശനത്തെയും കുറിച്ചൊക്കെ സംസാരിച്ചു. ഇവിടുന്ന് കൊടുത്ത കത്ത് അദ്ദേഹത്തിന് സമർപ്പിച്ചു. അദ്ദേഹം അതെല്ലാം വായിച്ചതിന് ശേഷം പറഞ്ഞു, ആലോചിച്ചിട്ട് പറയാം എന്ന് അദ്ദേഹം പറഞ്ഞു. അതിനുശേഷം ഇവർ പോന്നു. പിന്നീട് മാർപ്പാപ്പ തന്നെ നിർദ്ദേശിച്ചു തന്നതാണ് നവംബർ മാസം 30-ാം തീയതി ലോകമത പാർലമെൻറ്റ് നടത്താമെന്ന്. അത് വളരെ നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞു. നല്ല രീതിയിൽ. ഈ ചാണ്ടി ഉമ്മൻ ശിവഗിരി മഠമായിട്ട് നിരന്തരം ബന്ധപ്പെടുന്ന ആളാണ്. അതെ, ബന്ധപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകം അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞാൽ വൈദ്യമഠത്തിൽ ഗുരു മഹാസമാധിയായ മന്ദിരത്തിൽ ചെന്ന് കുറേ സമയം ധ്യാനത്തിലിരിക്കും. അത് ശരി. ഏകാന്തമായിട്ട് ആരെ അറിയിക്കാതെ അങ്ങനെ ഒരു ആധ്യാത്മികമായ സാധന നിഷ്ഠയുള്ള ഒരാളാണ് ചാണ്ടി ഉമ്മൻ. എനിക്ക് തോന്നുന്നു ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ കൂവക്കാട് അച്ഛൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അഭിഷക്തനാവുകയാണെന്നോ അതിൻ്റെ ഒരു ചടങ്ങ് അടുത്ത ദിവസങ്ങളിൽ നടക്കുന്നുണ്ടെന്ന്. അതിൽ ഈ ഇവർ സംസാരിച്ചതിന് ശേഷം അദ്ദേഹം മാർപ്പാപ്പയുമായിട്ട് കൂടുതലായി ഗുരുവിനെ കുറിച്ചൊക്കെ സംസാരിച്ചിട്ടുണ്ടാവും. എന്തായാലും അദ്ദേഹത്തിന് അച്ഛൻ പട്ടത്തിൽ നിന്നും നേരിട്ട് കർദിനാളാകുവാനുള്ള നിയമനമുണ്ടായി. സാധാരണ അച്ഛൻ ബിഷപ്പായതിനു ശേഷമാണ് പിന്നീട് കർദിനാളാകുക, അതും പ്രായം ചെന്നതിന് ശേഷം. ഇദ്ദേഹം വളരെ ചെറുപ്പമായ ഒരാൾ അച്ഛൻ പട്ടത്തിൽ നിന്ന് നേരെ കർദിനാളാകുക എന്നുള്ളത് ലോക ചരിത്രത്തിലെ ഒരു സംഭവമായിട്ടാണ് ക്രിസ്ത്യാനികൾ തന്നെ വിലയിരുത്തുന്നത്. അപ്പോൾ അത് ഗുരുദേവൻ്റെ കൂടി കാരുണ്യമാണെന്ന് അതിനെക്കുറിച്ച് അറിഞ്ഞവരെല്ലാം വിശ്വസിക്കുന്നുണ്ട്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രമുഖന്മാരിൽ നമ്മളുടെ ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യനായിരുന്ന കേശവം വൈദ്യൻ്റെ മകൻ ഡോക്ടർ CK രവിയും, അതുപോലെ മെഡിമിക്സ് ഗ്രൂപ്പിൻ്റെ ശ്രീ AV അനൂപും,
അതുപോലെ മുരളിയയിലെ കെ മുരളീധരനും നന്ദിലം ഗ്രൂപ്പിൻ്റെ MD ശ്രീ ഗോപു നന്ദിലത്തും മണപ്പുറം നന്ദകുമാറും ബോംബെയിൽ നിന്നുള്ള സുരേഷും ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി വ്യവസായ പ്രമുഖന്മാരും പങ്കെടുത്തിരുന്നു എന്നുള്ളതും ഒരു സവിശേഷതയാണ്. ജാതി മത ചിന്തകൾക്ക് അതീതമായി ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും നിരവധി വ്യക്തിത്വങ്ങൾ ഇതിൽ വന്ന് പങ്കെടുത്ത് സംസാരിക്കേണ്ടായി. ഈ ഒരു സർവ്വമത സമ്മേളനം ഇപ്പോൾ 1924 ആലുവയിൽ നടത്തിയതിൻ്റെ ശതാബ്ദിയാണ് ഇപ്പോൾ നമ്മൾ വത്തിക്കാനിൽ ആഘോഷിച്ചത്. അന്നേരം അതിൽ ഗുരുദേവൻ പറയുന്ന ഈ സർവ്വമതവും എല്ലാം ഒരുമിച്ചാണെന്നുള്ള അനുകമ്പാ ദശകത്തിലെ ആ ഒരു സന്ദേശം ഉണ്ടല്ലോ. ഇപ്പൊ ഗുരു സ്വാമിജി ഇന്ന് കേരള കൗമുദിയിൽ അതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അത് ഒരു യാഥാർത്ഥ്യമാകുന്നതിന്റെ അല്ലേ? തീർച്ചയായിട്ടും ഗുരു അരുളി ചെയ്തിട്ടുണ്ട്, പാശ്ചാത്യമെന്നും പൗരസ്ത്യമെന്നുള്ള വേർതിരിവുകൾ ഇല്ലാതായി ലോകം ഒന്നായി തീരുന്നൊരു കാലമുണ്ടാകും. അത് ഗുരുദേവൻ പറഞ്ഞത് ശാരദാമഠത്തിൽ ഒരു പാശ്ചാത്യ യുവതിയും ഭാരതീയൻ്റെയും കൂടെ വിവാഹം ഗുരുദേവൻ തന്നെ നടത്തി കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെ കൽപ്പിച്ചത്. മതങ്ങൾ തമ്മിലുള്ള അതിരുകളും ഇല്ലാതാവും. അതെ. പക്ഷെ ഈ ഒരു വത്തിക്കാനിൽ നടന്ന ഈ സർവ്വമത സമ്മേളനം ഇപ്പൊ ലോകത്തിന്റെ ചില ഭാഗങ്ങളിലൊക്കെ മത തീവ്രവാദം വളരെ വലിയ ദോഷങ്ങൾ വരുത്തുന്നുണ്ട്. അതിനൊക്കെ ഒരു സന്ദേശമായി മാറും. അതൊക്കെ താൽക്കാലികങ്ങളാണ്, അതൊക്കെ മാറും. മനുഷ്യൻ്റെ ഒരുമ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും. കാരണം എല്ലാവരുടെ ഉള്ളിലുള്ള ആത്മചൈതന്യം ഏകമാണ്, എല്ലാവരും ആത്മസഹോദരങ്ങളാണ്. അപ്പോൾ മതത്തിനുപരി മനുഷ്യനെ കാണുന്ന ഒരു തലത്തിലേക്ക് ലോകം ഉയരും എന്നുള്ളതിന് സംശയമില്ല. ഇപ്പൊ ഹൈന്ദവ, ക്രൈസ്തവ അല്ലെ ഇസ്ലാം ഒരു എന്താ പറയുക ഏകം എല്ലാവരും കൂടെ ഒരുമിക്കുന്നതിന്റെ ഒരു കാഴ്ച കൂടിയാണ് അവിടെ വത്തിക്കാനിൽ സംഭവിച്ചത്. അത് കേരളത്തിലേക്ക് അത് കൂടുതൽ ശക്തിപ്പെടുത്താൻ എന്ത് ശ്രമങ്ങളാവും ശിവഗിരി മഠം നടത്തുക? നമ്മളിപ്പോൾ ഈ വത്തിക്കാനിൽ പോയി സർവ്വ സമ്മേളനം നടത്തിയതിനെ തുടർന്ന് ഇനി തുടർച്ചയായിട്ട് ഓരോ ജില്ലകളിലും എല്ലാ മതത്തിൻ്റെ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഉള്ള സമ്മേളനങ്ങൾ തുടർച്ചയായിട്ട് നടത്താൻ ഞങ്ങൾ തീരുമാനമെടുത്തു. കേരളത്തിന് പുറത്ത് ഇന്ത്യയുടെ പല ഭാഗത്ത്, ഇന്ത്യക്ക് വെളിയിലും. ഇപ്പം അടുത്ത് തന്നെ ഈ 8-ാം തീയതി ഡൽഹിയിൽ തുടങ്ങും. അത് കഴിഞ്ഞാൽ പിന്നീട് ചെന്നൈയിലുണ്ട്. അത് സ്റ്റാലിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് വേണമെന്നുള്ളതാണ് ആലോചിക്കുന്നത്. ഡൽഹി സമ്മേളനത്തിൽ അത് 1 വർഷക്കാലം നീണ്ടു നിൽക്കും തുടർച്ചയായിട്ട്. അതിൽ പ്രധാനമന്ത്രിയോ പ്രസിഡന്റിനെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള വലിയൊരു സമ്മേളനമായിട്ട് അവിടെ നടക്കും. അത് കഴിഞ്ഞാൽ പിന്നീട് ലണ്ടനിൽ വെച്ച് വരണമുണ്ട്. ശിവഗിരി ആശ്രമം ഓഫ് UK എന്നൊരു സംഘടനയുണ്ട്. അവിടെ ഗുരുദേവൻ്റെ ശിവഗിരിയുടെ ഒരു അഫിലിയേഷൻ സെൻ്റർ ഉണ്ട്. അപ്പോൾ ആ ആശ്രമത്തിൻ്റെ ആഭിമുഖ്യത്തിൽ മെയ് മാസം 2-3 തീയതികളിൽ അവിടെ നടക്കുന്നുണ്ട്. ഇപ്പം 3 വർഷം മുമ്പ് സ്വാമിജി ഈ ധർമ്മസംഘം ട്രസ്റ്റ് പ്രസിഡന്റായി ചുമതല ഏറ്റെടുത്ത വേളയിൽ എനിക്ക് നൽകിയൊരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു, ഗുരു ദർശനത്തിന്റെ മഹിമ അന്തർദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്ന്. പക്ഷെ ഇത് വത്തിക്കാനിലെത്തിയപ്പോൾ അത് വലിയ രീതിയിലായി അല്ലേ? അത് ഗുരുവിൻ്റെ കാരുണ്യ അനുഗ്രഹം. അതെ, എന്നെ സംബന്ധിച്ച് ഇതിനെക്കുറിച്ചൊരു വ്യക്തമായ കാഴ്ചപ്പാട്, ധാരണയുണ്ട്. ഗുരുവിനെ ഒരു കാരണവശാലും കേരളത്തിൻ്റെ ഒരു സമുദായത്തിൻ്റെ ഒരു മതത്തിൻ്റെ പരിധിയിൽ ഒതുക്കാൻ പാടില്ല. അതല്ല ഗുരു. ഗുരു എഴുതിയ കൃതികളിൽ ഒരിടത്ത് പോലും കേരളമെന്നോ ഭാരതമെന്നോ ഒന്നും പറയുന്നില്ല. ലോകമെന്ന് മാത്രമേ പറയുന്നുള്ളൂ. ലോകത്തെ ഒന്നായി കണ്ട ഒരു വിശ്വമഹാഗുരു, ഈഴവർക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം ശ്രീനാരായണ ഗുരുദേവൻ ഈ സമുദായത്തിൽ ജനിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സമുദായത്തിൻ്റെതല്ല ഗുരു ലോകത്തിൻ്റെ പൊതുസ്വത്താണ്. അപ്പം ഗുരുവിൻ്റെ ആദ്യ ശിഷ്യൻ ശിവലിംഗസ്വാമി നായർ സമുദായമാണ്. ഗുരുവിൻ്റെ അവസാനത്തെ ശിഷ്യൻ സ്വാമി ആനന്ദതീർത്ഥൻ ഫസ്റ്റ് റാങ്കോടുകൂടി MA പാസ്സായ സാരസ്വത ബ്രാഹ്മണന്. ശിവഗിരി തീർത്ഥാടനം അന്ന് പ്രഖ്യാപനം ചെയ്ത സൂണാനന്ദഗിരി സ്വാമി ധീവര സമുദായം. മാത്രമല്ല ഖാദർ, മുസ്ലിമായ ഖാദർ ഗുരുവിൻ്റെ ശിഷ്യനാണ്. ഏർണസ്റ്റ് കർക്ക് ക്രിസ്ത്യാനിയാണ്. ആലുവ അദ്വൈതാശ്രമത്തിൽ ഒരു ചാക്കോ ഗുരുവിന് അന്തേവാസിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അതിനാൽ ജാതി മത ചിന്താഗതിക്ക് അതീതമായി ഗുരുവിനോടൊപ്പം തന്നെ അക്കാലത്തൊരു വലിയ ശിശുസംഘം ഉണ്ടായിരുന്നു. ഗുരു ഈഴവർക്ക് വേണ്ടി നിലകൊണ്ടാൽ
എങ്ങനെയാണ് മറ്റുള്ള ആളുകൾ ഗുരുദേവനെ ശിഷ്യനാകുന്നത്? എല്ലാ വിഭാഗം ആൾക്കാർക്കും വേണ്ടി നിലകൊണ്ടു, എല്ലാവർക്കും വേണ്ടി. അതോടൊപ്പം തന്നെ സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളും അയിത്തവും എല്ലാം മാറ്റാൻ പ്രയത്നിച്ചു. അതെ അതെ അല്ലേ? അത് ഈ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നുള്ളത് ഗുരുവിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നു. അതെ അതെ, അവർ അത് എല്ലാ രീതിയിലും അവർ താഴത്ത് പൂണ്ട് പുതഞ്ഞു കടന്നിരുന്നു. അവരെ തേച്ച് മിനുക്കി അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരേണ്ടത് ഒരു അവതാര കൃത്യ നിർവഹണമായിട്ട് ഗുരു കണക്കാക്കി. അതോടൊപ്പം തന്നെ ലോകത്തെ ഒന്നായി കണ്ടുകൊണ്ടുള്ള ഒരു വിശ്വദർശനം ഗുരു അവതരിപ്പിക്കുകയും ചെയ്തു. അത് നാളത്തെ ലോകത്തിൻ്റെ വരാൻ പോകുന്ന നൂറ്റാണ്ടുകളുടെ ദർശനമാണ്. അതുകൊണ്ടാണ് സർവ്വത സമ്മേളനമൊക്കെ നടത്തി ഗുരു മാതൃക കാട്ടിയത്. ഇപ്പോൾ സർവമത പ്രാർത്ഥനാ കേന്ദ്രം ഇവിടെ ശിവഗിരിയിൽ ആരംഭിക്കുമെന്നൊരു പ്രസ്താവന നടത്തിയായിരുന്നു. എന്തായിരുന്നു അതിൻ്റെ ഒരു വിശദമാക്കാം? അത് ആളുകൾ കുറേ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ശിവഗിരിയിലെ പള്ളിയും മോസ്കും അമ്പലവും ഒക്കെ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് ആലുവയിൽ ഗുരുദേവൻ സർവ്വത സമ്മേളനം നടത്തിയതിന് ശേഷം ഒരു പ്രഖ്യാപനം നടത്തി, ഒരു സർവ്വമത പാഠശാല ശിവഗിരി സ്ഥാപിക്കണം. അങ്ങനെ സർവ്വമത പാഠശാല ശിവഗിരി സ്ഥാപിച്ചു. ഞങ്ങളൊക്കെ അതിൽ പഠിച്ചു വന്ന ആളുകൾ. അപ്പോൾ ഈ സമ്മേളനത്തിൻ്റെ ഒരു ആലോചനയിലുണ്ടായ തീരുമാനം, സർവ്വത സമ്മേളനം കഴിഞ്ഞ് വത്തിക്കാൻ്റെ സ്മരണ നിലനിർത്തുമാറ് വത്തിക്കാൻ സമ്മേളനത്തിൻ്റെ സ്മരണ നിലനിൽക്കാൻ പര്യാപ്തമാകുമാറ് ഒരു സ്ഥാപനം ഉണ്ടാകും. അതൊരു സർവമത പ്രാർത്ഥനാലയമാകണം. അപ്പോൾ അവിടെ വന്നാൽ ക്രിസ്ത്യാനി എന്നോ ഹിന്ദു എന്നോ മുസ്ലിം എന്നോ ഈ ഭേദമില്ലാതെ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവർക്കും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു വലിയ ഗുരുമന്ദിരമായിരിക്കും അത്. അത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത്രേ ഉദ്ദേശിച്ചു. അത് ശിവഗിരിയിലായിരിക്കും. അത് ശിവഗിരിയിലായിരിക്കും. അവിടെ ഏത് മതസ്ഥർക്കും ശിവഗിരി കുന്നിലല്ല, ശിവഗിരി കുന്ന് വിട്ടായിരിക്കും. എല്ലാ മതസ്ഥർക്കും വരാം. എല്ലാവർക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാം അവരുടെ വിശ്വാസം അനുസരിച്ച്. ശിവഗിരിയോട് അനുബന്ധമായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ ആയിരിക്കത്തില്ല? അത് തീർച്ചയായിട്ടും. ഇതിനോട് ചേർന്ന് ഇവിടെ വരുന്നവർക്ക് ശിവഗിരി ദർശിക്കാൻ വരുന്നിടത്ത് ഇവിടെയും കയറി ധ്യാനിച്ച് പ്രാർത്ഥിച്ചു പോകാം. അതാണ് ഇപ്പം ഗുരുദർശനം സർവ്വമതങ്ങളെ ഉൾക്കൊള്ളുന്നു. അതെ, ശിവഗിരിയും അത് ചെയ്യുന്നു. അതെ. പക്ഷെ അതിനനുസരിച്ച് മറ്റ് ഇതര മതങ്ങൾ തിരിച്ച് ഗുരുദർശനത്തെ ഉൾക്കൊള്ളുന്നുണ്ടോ? ഉണ്ടല്ലോ. ഞങ്ങൾ വത്തിക്കാനിൽ ഈ സമ്മേളനത്തിന് ചെന്നപ്പോൾ 29-ാം തീയതി അന്നാണ് സമ്മേളനത്തിൻ്റെ ആരംഭം. അന്ന് ഇന്ത്യക്ക് വെളിയിലൊരു 20 രാജ്യങ്ങളിൽ നിന്നും പ്രതിനിധികളുണ്ടായിരുന്നു. ശരി. ആ പ്രതിനിധികൾ കൂടുതലും ഈ ഹിന്ദുമതം അല്ലെങ്കിൽ ഈഴവ സമുദായം ഇതിൽ നിന്നും വിട്ടുള്ള ജനതയായിരുന്നു. മറ്റുള്ള നേതാക്കന്മാർ വലിയ മഹത്തുക്കളായ ആളുകളായിരുന്നു. അവരൊക്കെ ഈ ശിവഗിരിയുടെ ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്യുകയും വത്തിക്കാനിൽ വെച്ച് ഈ സർവ്വത സമ്മേളനം നടത്താൻ തീരുമാനിച്ചതും അങ്ങനെ ഒരു ലോക സമാധാനത്തിലേക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ ദർശനം ഒരു വഴികാട്ടിയായി മാറ്റിയെടുക്കുന്നതിനെക്കുറിച്ചുമൊക്കെ എല്ലാവരും അഭിപ്രായപ്പെട്ട് സംസാരിച്ചു. അവരൊക്കെ തന്നെയാണ് അയർലൻഡിലും ഇന്തോനേഷ്യയിലൊക്കെ നടത്താൻ വേണ്ടി ആലോചന ഇട്ടിരിക്കുന്നത്. എന്തായാലും ഇത്രയും ദീർഘകാലത്തിന് ശേഷം ഗുരുവിൻ്റെ ദർശനവും സന്ദേശങ്ങളും ഒക്കെ വലിയ രീതിയിൽ പ്രസക്തമാവുകയും പ്രചരിക്കപ്പെടുകയാണ് അല്ലേ? അല്ല, ഗുരുവിൻ്റെ ദർശനത്തിന് കാലാതീതമായ പ്രസക്തിയുണ്ട്. ഏത് കാലത്തും പ്രസക്തിയുണ്ട്. മതം ഏതായാലും മനുഷ്യൻ നന്നായാലും മതി. ലോകമുള്ള കാലം വരേക്കും ആ സന്ദേശത്തിന് നിത്യമായ പ്രസക്തി ഉണ്ടായിരിക്കും. മനുഷ്യൻ നന്നാകുന്നതുവരെ ഈ സന്ദേശം നമ്മെ പ്രേരിപ്പിച്ച് ഉപദേശിച്ചു കൊണ്ടിരിക്കും. മതം ഏതായാലും നന്നായാലും മതി. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യന് ആ സ്ഥിതി ഉണ്ടാകുന്നത് വരെ അത് ആ സന്ദേശത്തിന് പ്രസക്തിയുണ്ട്. ഈ സർവമത പാഠശാലയുടെ കാര്യം പറഞ്ഞല്ലോ, ഇപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ എങ്ങനെയാണത്? ആലുവയിലെ സ്വാതന്ത്ര്യ സമ്മേളനം കഴിഞ്ഞാണ് ശിവഗിരി സർവമത പാഠശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. അത് ഗുരുവിൻ്റെ മഹാസമാധിക്ക് ശേഷമാണ് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചത്. ശിവഗിരിയിൽ ഇപ്പോൾ ഉള്ള മുഴുവൻ സന്യാസിമാരും ഈ സർവമത പാഠശാലയിൽ പഠിച്ചവരാണ്. അവരാണ് സന്യാസംഘത്തിൽ അംഗമായി ചേർന്ന് ലോകസേവ ചെയ്യുന്നവർ. അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. ഇപ്പോൾ പഠിക്കാനൊക്കെ കുട്ടികളുടെ എണ്ണം കുറച്ച് കുറവാണ്. ന്യൂക്ലിയർ ഫാമിലി സിസ്റ്റം വന്നതുകൊണ്ട് പഠിക്കുന്നതിന് വേണ്ടി ബ്രഹ്മചര്യനിഷ്ഠ സ്വീകരിച്ച് പഠിച്ച് സന്യാസിയാകണം.
അത് ഞങ്ങൾ നിർബന്ധിക്കുന്നില്ല കേട്ടോ. ഇപ്പം കുറച്ച് മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇപ്പം വരുത്തിയിരിക്കുന്ന മാറ്റം, ഇവിടെ ഈ കോഴ്സിൽ പഠിച്ചിറങ്ങുന്നവർക്ക് ഒന്നെങ്കിൽ വിശ്വപൗരന്മാരായി ജീവിക്കാം, ഗൃഹസ്ഥന്മാരായി. സംസ്കൃതമാണ് മീഡിയം. അപ്പം സംസ്കൃതം പഠിച്ച് ഗവൺമെൻറ്റിൽ എക്സാം എഴുതി, ആ സിലബസ് അനുസരിച്ച് എക്സാം എഴുതി ഗവൺമെൻറ് സംസ്കൃത അധ്യാപകന്മാരായി പോകാം. അങ്ങനെ അധ്യാപകന്മാരായി പോയിരിക്കുന്ന ധാരാളം പേരുണ്ട്. അതല്ല, സന്യാസിയായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ സന്യാസിയായും ജീവിക്കാം. പണ്ട് അതിന് പ്രായപരിധി ഉണ്ടായിരുന്നു, 25 വയസ്സിന് താഴെ ആയിരിക്കണമെന്ന്. ഇപ്പോഴങ്ങനെയില്ല. ആ പ്രായപരിധി ഞങ്ങൾ എടുത്തു കളഞ്ഞു. ഏത് പ്രായത്തിലുള്ളവർക്കും വരാം. അന്നേരം എന്താണ് അതിൻ്റെ ഒരു മിനിമം യോഗ്യത ഇത് പഠിക്കാൻ പറ്റുന്നതിൻ്റെ? ഒന്ന്, ബ്രഹ്മചര്യ പാലിച്ചുകൊണ്ട് മത്സ്യമാംസങ്ങളെല്ലാം ഉപേക്ഷിച്ച് അധ്യാത്മ സാധനയോടുകൂടി ജീവിതം നയിച്ച് ഗുരുദേവ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ ഭാരതീയ ദർശനവും പിന്നെ ബൈബിളും ഖുറാനും ഒക്കെ പഠിക്കണം. ആ ഒരു മനസ്സുണ്ടാവണം. അതെ, ആ മനസ്സുണ്ടാകണം. ഇപ്പൊ പാഠശാല കൂടുതൽ സജീവമാക്കാനും കൂടെ ആലോചിക്കുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. കേരളം വിട്ട് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് കൂടുതൽ വിദ്യാർത്ഥികളെ ക്ഷണിച്ച് പാഠശാല പ്രവർത്തനം ശക്തമാക്കണമെന്നുള്ള ഒരു ആലോചനയിലാണ് ധർമ്മസംഘം. ഇപ്പം നമ്മുടെ ഈഴവ സമുദായത്തിൻ്റെ കാര്യം സംസാരിച്ചു. അതായത് ഗുരു ആ സമുദായത്തിൽ ജനിച്ചു എന്നുള്ള വലിയ ഭാഗ്യമായി കാണണം. പക്ഷേ പൊതുവെ ഈഴവ സമുദായം കേരളത്തിലെ ഏറ്റവും പ്രബല സമുദായമായിട്ടും അവഗണിക്കപ്പെടുന്നു എന്നുള്ള ഒരു ചിന്തയുണ്ടോ? ഉണ്ട്. അതെന്തുകൊണ്ടാണ്? ഗുരുദേവൻ സാമൂഹ്യ നീതി കൈവരിക്കുന്നതിന് വേണ്ടിയാണ്, കൈവരിക്കുക എന്നുള്ളത് ഗുരുദേവ പ്രവർത്തനങ്ങളുടെ ലക്ഷ്യം കൂടിയായിരുന്നു. അപ്പോൾ ഈ അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങൾ വേണ്ടവണ്ണം മുഖ്യധാരയിൽ ഇപ്പോഴും എത്തിച്ചേർന്നിട്ടില്ല. അതിപ്പോഴും ഗുരുവിൻ്റെയും ഡോക്ടർ പൽപ്പുവിൻ്റെയും ടി.കെ. മാധവൻ്റെയും അയ്യങ്കാളിയുടെയും അതുപോലുള്ള നേതാക്കന്മാരുടെയൊക്കെ പ്രവർത്തനം കൊണ്ട് കുറേയൊക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും നല്ല ശതമാനവും താഴ്ത്തട്ടിൽ കിടക്കുന്നു, അവഗണിക്കപ്പെടുന്നു, മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്നില്ല. ഇപ്പോൾ ആർ ശങ്കർക്ക് ശേഷം കോൺഗ്രസിൽ നിന്നും എത്രയോ നേതാക്കന്മാരുണ്ടായി, എങ്കിലും ഒരു മുഖ്യമന്ത്രി ഉണ്ടായില്ല. കോൺഗ്രസിന് ഇപ്പോൾ നിയമസഭയിൽ ഏക MLA ഉള്ളൂ. അത് വസ്തുതയിൽ അതൊരു വലിയ അവഗണനയല്ലേ? വലിയ അവഗണനയാണ്. ഞാനിവിടെ രാഹുൽ ഗാന്ധി വന്നപ്പോൾ പറഞ്ഞു, 28% ജനസമൂഹത്തിന് ഒരു MLA ഉള്ളൂ, അത് മാത്രം മതിയോ എന്ന് ഞാൻ അദ്ദേഹത്തിനോട് ചോദിക്കുകയുണ്ടായി. ഒരു രീതിയിലുള്ള നമ്മൾ ജാതി അനാചാരങ്ങളെയൊക്കെ അകറ്റാൻ ശ്രമിക്കുമ്പോൾ ജാതി ചിന്ത വേറൊരു രീതിയിൽ തിരിച്ചു വരികയും ചെയ്യുന്നില്ലേ? ജാതി ചിന്ത പിടിമുറക്കുന്നുണ്ട്. പണ്ട് വെളിയിലുള്ള ജാതി ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഉള്ളിൽ ജാതി പതിയിരിക്കുക. ഞാൻ ഒരിക്കൽ അതിനെക്കുറിച്ച് പറഞ്ഞ തമ്പുരാൻകോട്ട എന്നാണ്. തമ്പുരാൻകോട്ട ഇപ്പോഴും കോട്ട തന്നെയായി നിൽക്കുകയാണ്. അതിന് കാര്യമായി വിള്ളലുണ്ടായിട്ടില്ല. ഇല്ല. അത് മാറണമെങ്കിൽ എല്ലാ രാഷ്ട്രീയ പൊതുസമൂഹവും എല്ലാം കൂടെ എത്തിച്ചാൽ മാത്രമേ. രാഷ്ട്രീയ പാർട്ടികളാണ് ആത്മാർത്ഥത കാട്ടേണ്ടത്. ഇപ്പോൾ സത്യത്തിൽ ഏത് ജനവിഭാഗങ്ങളാണോ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അടക്കമുള്ള പാർട്ടികളെ വളർത്തിയെടുത്തത്, ചോരയും നീരും രക്തവും ഒക്കെ നൽകി വളർത്തിയെടുത്തത്, ആ ജനസമൂഹം പിന്തള്ളപ്പെട്ടു പോകുന്നു എന്നുള്ള ഒരു സ്ഥിതിവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അവർ മുഖ്യധാരയിൽ കാണുന്നില്ല, രണ്ടാം നിരയിൽ പോലും കാണുന്നില്ല. ആ ഒരു ദുരവസ്ഥയുണ്ട് ഇവിടെ. ഇപ്പം രാഷ്ട്രീയ പാർട്ടികൾ ഇപ്പം വോട്ട് ബാങ്കുകളായി കണ്ട് ന്യൂനപക്ഷ പ്രീണനം കൂടുതൽ നടത്തുന്നു എന്നുള്ള വലിയ വിമർശനമുണ്ട്. അതുകൊണ്ട് അത് വസ്തുതയിൽ നിർഭാഗ്യകരമാണ്. തീർച്ചയായിട്ടും. അതുപോലെ മതങ്ങൾക്കിടയിലുള്ള മതസ്പർദ്ധ അതും കൂടി വരുന്നുണ്ടോ? മതസ്പർദ്ധ അത് വെളിയിൽ അങ്ങനെ വ്യാപകമായിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ ഉള്ളിൽ മതചിന്ത വെച്ചു പുലർത്തിക്കൊണ്ട് അതാത് മതത്തിൻ്റെ ആളുകളെ വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയ ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ദിവസത്തിൽ നിന്ന് ഏതാനും ഒന്നര ആഴ്ച കഴിഞ്ഞാൽ തീർത്ഥാടന സമ്മേളന കാലയളവ് തുടങ്ങുകയാണ്. ഇത്തവണത്തെ തീർത്ഥാടനത്തിൻ്റെ സവിശേഷത എന്തൊക്കെയായിരിക്കും? ഈ പ്രാവശ്യം തീർത്ഥാടനം ഡിസംബർ മാസം 15-ാം തീയതി ആരംഭിക്കും. നിരവധി ശതാബ്ദികളുണ്ട്. മഹാത്മാഗാന്ധി ശിവഗിരി വന്നതിൻ്റെ ശതാബ്ദി ഇത്തവണയാണ്. അതെ. അതുപോലെ
കഥാപ്രസംഗ എന്നുള്ള കല, അത് ഗുരുദേവൻ്റെ നിർദ്ദേശം അനുസരിച്ച് ആരംഭിച്ച കലയാണ് കഥാപ്രസംഗം. കഥാപ്രസംഗം. അതെങ്ങനെയാണ് അതിൻ്റെ ഒരു ചരിത്രം? അതിൻ്റെ ഗുരുവിൻ്റെ അടുത്ത് നീലകണ്ഠൻ എന്നുള്ളൊരു പ്രഭാഷകനെത്തി. അദ്ദേഹം നല്ലവണ്ണം ഹരികഥ പറയും, പുരാണ കഥകൾ നന്നായിട്ട് പറയും, പ്രസംഗമായിട്ട് അവതരിപ്പിക്കും. ഗുരുദേവൻ അത് കേട്ടതിന് ശേഷം പറഞ്ഞു, ഈ കലയെ ഒരു ജനകീയ കലയാക്കി മാറ്റണം. അത് സാമൂഹികമായ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്ന രൂപത്തിലുള്ള കഥാതന്തുവായി സമകാലീന വിഷയങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കണം. ഗുരു അതിനാവശ്യമായ നിർദ്ദേശങ്ങൾ നൽകി. എന്നിട്ട് കുമാരനാശാനെ വരുത്തിയിട്ട് പറഞ്ഞു, ഈ കലയ്ക്ക് ശീലുകൾ എഴുതി കൊടുക്കണം, ശ്ലോകങ്ങൾ എഴുതി കൊടുക്കണം. അങ്ങനെ കുമാരനാശാൻ ഈ കലയ്ക്ക് ശ്ലോകങ്ങൾ എഴുതി തുടങ്ങി, കഥാപ്രസംഗ ശൈലി. പക്ഷെ ആശാൻ പല്ലനിയിൽ പോയി നിർവ്വാണം പ്രാപിച്ചു. പിന്നീട് ഗുരു ചെയ്തത് പണ്ട് കറുപ്പനെ സമീപിക്കാൻ പറഞ്ഞു. അപ്പോൾ പണ്ട് കറുപ്പ് കൊച്ചിയിലുണ്ട്. ഗുരുദേവൻ ഈ നീലകണ്ഠനെ ഡോക്ടർ പൽപ്പുവിൻ്റെ അടുത്തേക്ക് അയച്ചു. ഡോക്ടർ പൽപ്പു എന്ന് കൊച്ചിയിലുണ്ട്. പൽപ്പ് വഴി പണ്ട് കറുപ്പനെ കണ്ട് കുമാരനാശാൻ എഴുതി കൊടുത്ത ആ ശീലുകളുടെ തുടർച്ചയായിട്ട് കറുപ്പൻ മാസ്റ്ററാണ് പിന്നീട് അദ്ദേഹം ധീവര സമുദായത്തിൽപ്പെട്ട അതിനാവശ്യമായ ശീലുകൾ എഴുതി കൊടുത്തത്. അങ്ങനെയാണ് കഥാപ്രസംഗം എന്നുള്ള കല ആവിർഭവിക്കുന്നത്. അത് ആദ്യം പിന്നെ സത്യദേവൻ എന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ഗുരുദേവൻ നൽകിയ പേരാണ് സത്യദേവൻ. നീലകണ്ഠൻ. ഓ, അങ്ങനെയാണ്. അതെ അതെ. അതിന്റെ ശതാബ്ദിയായിട്ട് ഉള്ള സമ്മേളനങ്ങളും ഇത്തവണ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇത്തവണ ആരാണ് ഇത് ഉദ്ഘാടനമൊക്കെ നടത്തുന്നത്? ഈ പ്രാവശ്യം ഉദ്ഘാടനം ചെയ്യുന്നത് ഉപരാഷ്ട്രപതിയാണ്, ധൻകർ അല്ലേ, ജഗദീപ് ധൻകർ. അതെ. സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം തീർത്ഥാടനം ഉദ്ഘാടനം ഡിസംബർ 30 അദ്ദേഹം ഉദ്ഘാടനം. തീർത്ഥാടന സമ്മേളനം മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത്. ഡിസംബർ 15 മുതൽ സമ്മേളനം ആരംഭിക്കും. അതിനൊരു മന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഒരു മന്ത്രിയായിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത്. ഡിസംബർ 15 തൊട്ട് എല്ലാ ദിവസവും സമ്മേളനങ്ങളും പ്രഭാഷണങ്ങളും ഉണ്ടാവും. അപ്പോൾ തീർത്ഥാടകർക്ക് 15 തൊട്ട് വരാം. അവസാനത്തെ 3 ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണ്ട. വേണ്ട. ഇത്തവണ വരുന്നവർക്ക് എന്ത് സന്ദേശമാണ് നൽകാനുള്ളത് തീർത്ഥാടനത്തിന് വരുന്നവരോട്? ഈ മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നുള്ള ഗുരുവിൻ്റെ ദർശനം മുറുകെ പിടിച്ചുകൊണ്ട് സാമൂഹികമായ നീതി കൈവരിക്കുന്നതിന് വേണ്ടി ശ്രീനാരായണ സമൂഹം ഉണർന്നു നിന്ന് പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക, അങ്ങനെയുള്ള ഗുരു നിർദ്ദേശിച്ചിട്ടുള്ള 8 കാര്യങ്ങളുണ്ട്. 8 കാര്യങ്ങളും അത് പാലിക്കുകയും വേണം. അതെ. ഇപ്പം പക്ഷേ നമ്മൾ ഈ അന്ധവിശ്വാസങ്ങളോ അനാചാരങ്ങളോ ഒരു കാലത്ത് തുടച്ചു നീക്കി, അല്ലെ ഗുരു അതിനൊക്കെയാണ് യത്നിച്ചത്. പക്ഷേ ഇക്കാലത്തും ഇപ്പം അമ്പലങ്ങളിൽ പോകണമെങ്കിൽ ഷർട്ട് ഊരി വയ്ക്കണമെന്ന് പറയുന്ന ഒരു ആചാരമുണ്ട്. എന്താണ് സ്വാമിജിയുടെ അഭിപ്രായം? വാസ്തവത്തിൽ ഗുരുദേവൻ സ്ഥാപിച്ച ശാരദാമഠം, അരുവിപ്പുറം, ആലുവ അദ്വൈതാശ്രമം, ഇങ്ങനെയുള്ള പുണ്യസ്ഥലങ്ങളിലൊന്നും പ്രത്യേക മതിൽക്കെട്ടൊന്നുമില്ല. ഹിന്ദു എന്നോ ക്രിസ്ത്യാനി എന്നോ ഇസ്ലാം എന്നോ ഭേദവ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഒരുപോലെ വന്ന് ദർശനം ചെയ്യാം. അതുപോലെ ഉടുപ്പ് ഊരുകയോ അവരുടെ മറ്റ് വസ്ത്രങ്ങൾ ധരിച്ച് ഒഴിവാക്കി മുണ്ടെടുക്കുകയോ ഷാള് പുതയ്ക്കുകയോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യം ഗുരുവിൻ്റെ സങ്കല്പപ്രകാരം ഇല്ല. ശിവഗിരി മഠാധിപതിയായിരുന്ന ഗുരുദേവൻ്റെ നേരിട്ടുള്ള ശിഷ്യൻ ശങ്കരാനന്ദ സ്വാമി ഗുരുദേവൻ സ്ഥാപിച്ച ക്ഷേത്രങ്ങളിൽ ഏറ്റവും വലുതാണ് ശ്രീകണ്ഠേശ്വര ക്ഷേത്രം, കോഴിക്കോട്. അവർ ചോദിച്ചു ശിവഗിരിയോട്. അപ്പോൾ ശങ്കരാനന്ദ സ്വാമി പറഞ്ഞു, ഉടുപ്പിട്ട് കയറിയത് കൊണ്ട് യാതൊരു കുറവും സംഭവിക്കില്ല, അതുകൊണ്ട് ഉടുപ്പിട്ട് കയറട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ഉടുപ്പിട്ടാണ് എല്ലാവരും പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ശ്രീകണ്ഠേശ്വരൻ ഇറങ്ങിപ്പോവുകയോ അവിടുത്തെ അധ്യാത്മ ചൈതന്യത്തിന് ഒരു കുറവ് സംഭവിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പം കേരളത്തിൽ തന്നെ ശബരിമലയിൽ ഉടുപ്പിട്ടില്ല കയറുന്നത്. അവിടുത്തെ അയ്യപ്പ ഭഗവാൻ അവിടെ നിന്ന് പോകുന്നുണ്ട്. കേരളം വിട്ടുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉടുപ്പിട്ട് കയറും. ആ ഒരു അനാചാരം മാറ്റേണ്ടതാണ്. അതൊരു ദുരാചാരമാണ്. ഇന്നലെ ചെയ്ത ഒരബദ്ധം മൂടക്ക് ഇന്നത്തെ ആചാരമാകാം, നാളത്തെ ശാസ്ത്രം അതാകാം, അതിൽ മൂലായിക സമ്മതം രാജന് കുമാരനാശാൻ പറഞ്ഞു വെച്ച മാതിരിയായി. അമ്പലത്തിനടുത്ത് താമസിക്കുന്ന ഒരാൾ മരിച്ചാൽ ശവസംസ്കാര കാര്യങ്ങളോ അല്ലെങ്കിൽ ആ വീട്ടിൽ കൊണ്ടുവരുന്നതോ ഒക്കെ അമ്പലത്തിലെ പൂജാ സമയം നോക്കിയിട്ടാണോ എന്ന് പറഞ്ഞ് ചിലയിടങ്ങളിലെങ്കിലും
ഉണ്ട്. ഇത് ശരിയായ ഒരു ഏർപ്പാടാണോ? ഒരാവശ്യമുള്ള കാര്യമല്ല, ഒരാവശ്യമില്ല. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 10 ദിവസത്തെ പോലെ ആചരിക്കണം. അതും വിശ്വാസമുള്ളവർ ആചരിച്ചാൽ മതിയെന്നാണ് ഗുരുദേവ കൽപ്പന ചെയ്തിട്ടുള്ളത്. ഇനി ഒരു ക്ഷേത്രത്തിന് അടുത്തൊരു വീടുണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഒരാൾ മരിച്ചു, അതുകൊണ്ട് അവിടെ ശരീരം കൊണ്ടുവരാൻ പാടില്ല എന്നൊക്കെ പറയുന്ന വാസ്തവത്തെ കടന്ന കൈയാണ്. ഒരിക്കലും അത് അനുവദിക്കാൻ പാടില്ല. അതൊക്കെ തികഞ്ഞ അന്ധവിശ്വാസമാണ്. അതുപോലെ തന്നെ വിവാഹ ചടങ്ങുകളെ ഇപ്പം ദൈവദശകം ആലപിക്കാറുണ്ട്. പക്ഷെ പിന്നീട് ഇപ്പം പലരും പ്രസംഗം അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ഒരുപാട് പരിപാടികളൊക്കെ ഇപ്പം ഈഴവ സമുദായത്തിലെ ചടങ്ങുകളിലും കണ്ടുവരുന്നുണ്ട്. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു വിവാഹ കാര്യങ്ങളിൽ? വിവാഹത്തിന് ഗുരുദേവൻ കൽപ്പിച്ച രൂപത്തിൽ കഴിവതും ആളുകൾ ആർഭാടരഹിതമായി നടത്തുന്നതിൽ ശ്രദ്ധിക്കണം. ഗുരുദേവൻ പറഞ്ഞു, സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും സന്താനങ്ങളെ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും തുല്യമാണ്. അത് ചെയ്യാൻ പാടില്ല. കഴിവതൊരു വിവാഹത്തിന് 10 പേര് മതി എന്ന് വരെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്. ആർഭാടങ്ങൾ ഒഴിവാക്കി. എന്നിട്ട് പിന്നെ മക്കൾക്ക് എന്തെങ്കിലും സംഭാവന ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ പൈസ ബാങ്കിലിട്ടിട്ട് അതിൻ്റെ റെസീറ്റ് കൊടുത്താൽ മതി. വിവാഹം സംബന്ധിച്ച് വലിയ ദൂർച്ചെലവുകൾ ചെയ്യാൻ പാടില്ല. ഇത്തരത്തിലുള്ള ദൂർത്ത്, പക്ഷെ പലയിടത്തും ദൂർത്താണ്. ഇപ്പോൾ ഈ വിവാഹത്തിന് മത്സ്യമാംസങ്ങളും മദ്യമൊക്കെ വളരെ നിർബന്ധമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നിന്നൊക്കെ സമൂഹത്തിന് മാറ്റം ഉണ്ടാകും. ഇപ്പോൾ ഇവിടെ ശിവഗിരിയിൽ ഈ പ്രീ മാരേജ് കൗൺസിലിംഗ് ഒക്കെ നേരത്തെ നടത്തി, ഇപ്പോഴും ഉണ്ടോ? ഇപ്പോഴും അത് നടക്കുന്നുണ്ട്. ഉണ്ട്. ഇന്നിപ്പോൾ രാവിലെ ഞാനൊരു വിവാഹം നടത്തി കൊടുത്തു. ഒരു ക്രിസ്ത്യൻ യുവതി, ഒരു ഹിന്ദു, അവർ ഒരു 10 പേരേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെയുള്ള ഇതര മതസ്ഥരുടെ വിവാഹങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. ശിവഗിരി നടക്കുന്നുണ്ട്. അതുപോലെ ഈ നമ്മൾ അവരോട് പറയാറുണ്ട്, നിങ്ങൾ ഇവിടെ വെച്ച് വിവാഹം നടത്തി എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക മതത്തിലേക്ക് പരിവർത്തനം ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇല്ല, നിങ്ങളുടെ വിശ്വാസം അനുസരിച്ച് നിങ്ങൾക്ക് ജീവിക്കാം. ഇതാണ് ഗുരുവിൻ്റെ ദർശനം. അതായത് ഇപ്പോൾ 2 ഇതര മതസ്ഥരായിട്ടുള്ള 2 പേര് വിവാഹം ചെയ്യുമ്പോൾ ഒരാൾ മറ്റൊരാളുടെ മതത്തിലേക്ക് മാറേണ്ടതില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച്, അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിച്ചാൽ മതി. അതാണ്. മാറിയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. മാറണമെന്ന് നിർബന്ധം പിടിക്കാൻ പാടില്ല. അവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ. ഇപ്പോൾ ഈ കാലം ഒരുപാട് പുരോഗമിച്ചെങ്കിലും നമ്മളിപ്പോൾ പത്രങ്ങളാണെങ്കിലും മാധ്യമങ്ങളും എല്ലാം കാണുമ്പോൾ ഓരോ ദിവസവും കൊലപാതകങ്ങൾ, ഭാര്യ ഭർത്താവിനെ കൊല്ലുന്നു, ഭർത്താവ് ഭാര്യയെ കൊന്ന് മക്കളെ കൊന്നിട്ട് ജീവൻ ഒടുക്കുന്നു. ഇത്തരം ഇത് ഒരുപാടായിട്ട് വർദ്ധിക്കുന്നുണ്ട് സമൂഹത്തിൽ. അല്ലെങ്കിൽ കുടുംബത്തിലുള്ള ഒരു ഐക്യം ഇല്ലാതാവുന്നു, ജീവിതത്തെക്കുറിച്ചുള്ള പ്രത്യാശ നഷ്ടപ്പെടുന്നു. ഇതിൻ്റെയൊക്കെ കാരണം എന്തായിരിക്കും? വാസ്തവത്തിൽ ജനങ്ങളിൽ നിന്നും സാത്വികമായ ബോധവും യഥാർത്ഥ ഈശ്വര വിശ്വാസവുമൊക്കെ നഷ്ടമായിരിക്കും. യഥാർത്ഥ ഈശ്വര വിശ്വാസിയെ സംബന്ധിച്ച് എല്ലാവരുടെ ഉള്ളിലും ആ ഈശ്വര ചൈതന്യമുണ്ട്. എല്ലാവരെയും സ്നേഹിക്കാനും സഹായിക്കാനേ സാധിക്കും. അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ മെറ്റീരിയൽസത്തിന്, ഭൗതികതയ്ക്ക് പ്രാധാന്യം നൽകിയപ്പോൾ ഈ പരിഷ്കാരത്തിൻ്റെ മറവിൽ എല്ലാവിധമായ സദാചാരങ്ങളും സദ്ഗുണങ്ങളുമൊക്കെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു വർദ്ധിച്ചു വരുന്ന ഈ തീവ്രവാദങ്ങൾക്കും ഹിംസാത്മകമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ നിദാനമാകുന്നത് ഇങ്ങനെയുള്ള കാര്യമാണ് എന്ന് തോന്നുന്നു. മനുഷ്യർക്കിടയിൽ ഒരു പരസ്പര വിശ്വാസം നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? വിശ്വാസം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. സംശയത്തോടുകൂടി നോക്കുന്നു, സുഹൃത്താണെങ്കിൽ പോലും. അതെ. അത് മനുഷ്യത്വം നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. അതൊരു ദുരവസ്ഥയുണ്ട്. ഇപ്പം സ്വാമിജി ഇത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ഒരു ബോധവൽക്കരണത്തിന് ശിവഗിരി മഠം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ? തീർച്ചയായും. നമ്മൾ ഇപ്പോൾ അടുത്ത് തന്നെ ഒരു 100 പേരെ ഇവിടെ താമസിപ്പിച്ച് അവർക്ക് പരിശീലനം നൽകി അവർ ജാതി മത ചിന്തകൾക്ക് അതീതമായി സമൂഹത്തിൽ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണം ഗുരുവിൻ്റെ ദർശനത്തിൻ്റെ വെളിച്ചത്തിൽ. അത് ഞങ്ങൾ പരിശീലനം നൽകാൻ വേണ്ടി തീരുമാനമെടുത്ത് വെച്ചിരിക്കുകയാണ്. ശരി. ഞാൻ മനസ്സിലാക്കിയിടത്തോളം സ്വാമിജി ഇവിടെ മഠത്തിൽ വന്നിട്ട് 1/2 നൂറ്റാണ്ടാകാൻ പോവാണെന്ന് അല്ലേ? അതെ, 1/2 നൂറ്റാണ്ടായി. അതിന് ആ ഒരു പൂർവാശ്രമത്തിലേക്ക് നോക്കുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്ക് വളരെ സന്തോഷവും സംതൃപ്തിയാണ് ഉള്ളത്. 1/2 നൂറ്റാണ്ടായത് ഇപ്പോഴല്ലേ അല്ലേ? ഈ വർഷമാണോ അതോ ഈ 26 ആകുമ്പോൾ 26 അതെ, 1/2 നൂറ്റാണ്ടാകുമ്പോൾ. അതെ. അത് ശരി. ഞാൻ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഗുരുദേവ സന്ദേശ പ്രചരണം ജീവിതവ്രതമാക്കി സ്വീകരിച്ച് പ്രവർത്തിച്ചു വന്ന ആളാണ്. എൻ്റെ അച്ഛനും അമ്മയൊക്കെ വലിയ സന്ദേശ പ്രചാരകരും പ്രവർത്തകരും ശിവഗിരിയുടെ ആരാധകരുമായിരുന്നു. ആ വെളിച്ചമാണ് എന്നെ ശിവഗിരിയിലേക്ക് കൊണ്ടുവന്നത്.
അപ്പോൾ ഈ ഗുരുദേവ സന്ദേശം അത് വ്യാപകമായി പ്രചരിപ്പിക്കണം. ഗുരുദേവൻ നമ്മുടെ പരമഗുരുവാണ്, പരമദൈവമാണ്. ഒരു ക്രിസ്ത്യാനി എങ്ങനെ യേശുദേവനെ കാണുന്നു അതുപോലെ ഗുരുദേവനെ കണ്ട് ആരാധിക്കണം. ഗുരുവിന് ജാതി മത ദേശ ചിന്തകളൊന്നുമില്ല. ലോകത്തെ ഒന്നായി കണ്ട മഹാഗുരുവാണ്. ഇതൊക്കെ ബാല്യകാലത്ത് തന്നെ ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന കാര്യമാണ്. ദൈവമായി കണ്ട് ആരാധിച്ചാണ് വന്നത്. അതെ അതെ. അപ്പോൾ ശിവഗിരി വന്നപ്പോൾ അത് കൂടുതൽ ശക്തമായി. ഇപ്പോൾ അതാണ് വാസ്തവത്തിൽ ആ ഒരു സന്ദേശം അന്തരാത്മാവിൽ നിറച്ചുകൊണ്ടാണ് ഞാനിവിടെ പ്രവർത്തിച്ചു പോരുന്നത്. അത് ഒരളവ് വരെയൊക്കെ വിജയിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറയാൻ എനിക്ക് സന്തോഷം. ഇതിൽ ഇപ്പോൾ ഒരു അന്തർദേശീയ തലത്തിലേക്ക് ഇതിന്റെ ഒരു ഗുരു സന്ദേശങ്ങളുടെ കീർത്തി വ്യാപിപ്പിക്കുന്നതിൽ സ്വാമിജിക്ക് വലിയൊരു റോള് വഹിക്കാൻ കഴിഞ്ഞല്ലോ. ഇപ്പോൾ വത്തിക്കാനിലെ ഒരു എനിക്ക് ഞാൻ അതിൻ്റെ അകത്തൊരു ഉപകരണമായി എന്ന് മാത്രമേ ഉള്ളൂ. സാക്ഷാൽ ഗുരുദേവൻ തന്നെയാണ്, ദൈവം തന്നെയാണ് ഇത് നടത്തുന്നതും നയിക്കുന്നതും എന്നുള്ള വിശ്വാസമാണ് എൻ്റെ ഉള്ളിലുള്ളത്. ഇതിനു മുമ്പ് ഒരു മത പാർലമെൻറ്റ് ഡൽഹി വെച്ച് നടന്നിരുന്നു. അത് ശിവഗിരി തീർത്ഥാടനത്തിൻ്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷത്തിൻ്റെ ഭാഗമായി ഡൽഹിയിൽ വെച്ച് ഒരു ലോകമത പാർലമെൻറ്റ് ഞാൻ സംഘടിപ്പിച്ചിരുന്നു. അതിലും ഇന്ത്യക്ക് വെളിയിൽ നിന്നൊരു 15 രാജ്യങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അത് വിജ്ഞാനഭവൻ ഹാളിൽ വെച്ചാണ് നടത്തിയത്. അന്ന് ആ ഹാള് ഇന്ത്യൻ പ്രധാനമന്ത്രിയോ പ്രസിഡൻറ്റോ പങ്കെടുത്താൽ മാത്രമേ ലഭിക്കുകയുള്ളൂ. പക്ഷേ നമ്മുടെ വർക്കൽ രാധാകൃഷ്ണൻ അദ്ദേഹം ശിവഗിരിയെ സഹായിച്ചു. ഇവിടുന്ന് ജയിച്ചു പോയ 20 MP-മാരും ഒന്നിച്ച് ഒപ്പിട്ട് കത്ത് നൽകി അന്നത്തെ സ്പീക്കർ ഈ ഹാള് അനുവദിക്കുകയാണ് ചെയ്തത്. അത് ചരിത്ര സംഭവമായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഈ വത്തിക്കാനിലെ സമ്മേളനമാണ് ഏറ്റവും മികച്ചു നിൽക്കുന്നത് എന്ന് തോന്നുന്നു. ഇപ്പോൾ 1924 ഗുരു അത് സർവ്വമത സമ്മേളനം നടത്തി. എനിക്ക് തോന്നുന്നു ഏഷ്യയിലെ തന്നെ ആദ്യത്തെയാണ്. ലോകത്തിലെ ആദ്യത്തെ സർവ്വമത സമ്മേളനം അമേരിക്കയിലെ ചിക്കാഗോയിൽ നടന്നതായിട്ടാണ് വിശ്വസിക്കുന്നത്. പക്ഷേ അത് ലക്ഷണമൊത്തൊരു സമ്മേളനമെന്ന് പറയുക വയ്യ. കാരണം അമേരിക്ക കൊളംബസ് കണ്ടുപിടിച്ചതിൻ്റെ 400-ാം വാർഷികം പ്രമാണിച്ച് അമേരിക്കൻ ഗവൺമെൻറ് സംഘടിപ്പിച്ച ഒരു സമ്മേളനം. അതിൽ എല്ലാ മതത്തിൻ്റെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. പക്ഷേ പരമേതസാരവും ഏകം, മതമേതായാലും മനുഷ്യൻ നിന്നായാലും മതി, ഒരു ജാതി ഒരു മതം ഒരു ദൈവം, ഇങ്ങനെയുള്ളൊരു തത്വദർശനത്തിൻ്റെ വെളിച്ചത്തിൽ നടത്തിയതല്ലത്. ഗുരുദേവനൊരു തത്വദർശനത്തിൻ്റെ വെളിച്ചത്തിൽ സംഘടിപ്പിച്ചതാണ്. വാദിക്കാനും ജയിക്കാനും അല്ല, അറിയാനും അറിയിക്കാനുമാണ്. ആ രീതിയിൽ ലോകത്തിലെ തന്നെ ആദ്യത്തെ സർവ്വമത സമ്മേളനമാണ്. ലോകത്തിലെ ആദ്യ സർവ്വമത സമ്മേളനമാണ് ഗുരു ആലുവയിൽ സംഘടിപ്പിച്ചത്. അനുകമ്പ ദശകത്തിൽ ഗുരു അന്നേ മതസൗഹാർദ്ദത്തിൻ്റെ ഇതല്ലേ പറഞ്ഞതല്ലേ? പിന്നെ ബുദ്ധൻ അഹിംസയ്ക്കും ക്രിസ്തു സ്നേഹത്തിനും നവി സാഹോദര്യത്തിനും പ്രാധാന്യം നൽകിയപ്പോൾ ശ്രീനാരായണ ഗുരു അനുകമ്പയ്ക്ക് പ്രാധാന്യം നൽകി സർവ്വമത ദാർശനിക ചിന്താധാരകളെയും അനുകമ്പയിൽ സമന്വയിപ്പിച്ചു. എന്നിട്ട് അനുകമ്പാ ദശകം എന്ന കൃതി എഴുതി. ആ അനുകമ്പാ ദശകം എന്ന കൃതിയിൽ ആദ്യം കൃഷ്ണനെയും ജൈനനെയും ഒക്കെ സ്മരിച്ചതിന് ശേഷം പുരുഷാകൃതി പൂണ്ട ദൈവമോ ഹിന്ദുമതത്തിൻ്റെ പരമാചാര്യനായിട്ട് കണക്കാക്കപ്പെടുന്ന ആദിനാരായണൻ, നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ ഭഗവാൻ ബുദ്ധൻ, പരമേശ പവിത്രപുത്രനോ യേശുക്രിസ്തു, കരുണാവാൻ നബി മുത്തുരക്തമോ മുഹമ്മദ് നബി, 4 മതങ്ങളുടെയും 4 പ്രധാനപ്പെട്ട ഗുരുക്കന്മാരെ സമന്വയിപ്പിച്ചുകൊണ്ട് ഗുരുദേവൻ പ്രാർത്ഥന എഴുതി. ഇത് ദിവസവും ഞങ്ങൾ സന്ധ്യാസമയത്ത് ഇവിടെ പ്രാർത്ഥന ചൊല്ലും. മാത്രമല്ല, പ്രാർത്ഥന കഴിഞ്ഞ് ഉപനിഷത്തും ഭഗവത്ഗീതയും വേദാന്ത ഗ്രന്ഥങ്ങളും ശ്രീനാരായണ സ്മൃതിയും ഗുരുവിൻ്റെ ജീവചരിത്രവും ഒപ്പം ബൈബിളും ഖുറാനും സന്ധ്യയ്ക്ക് ഇവിടെ പാരായണമുണ്ട്. ശിവഗിരി ഇപ്പോഴും ആ സർവമത സമന്വയത്തിൽ അധിഷ്ഠിതമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ഒരു ആത്മീയ തലസ്ഥാനമായി ശിവഗിരി നാൾക്കുനാൾ ഉയരട്ടെ. ഈ തീർത്ഥാടനം വിജയകരമാണ്. നമുക്കൊരു പരിമിതി ഉള്ളത്, ചിലരെ ഒരു മുൻവിധിയോടുകൂടി ശിവഗിരിയെയും ഗുരുവിനെയും കാണുന്നുണ്ട്. അതൊരു പ്രത്യേക വിഭാഗത്തിൻ്റേതാണ്, പ്രത്യേക ജനതയുടേതാണ്. നമുക്കതുമായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. പിന്നെ ഗുരു സാമൂഹ്യപരിഷ്കർത്താവാണ്, വിപ്ലവകാരിയാണ്, നമ്മളവിടെ പോയി കണ്ടിട്ടൊക്കെ എന്താ കാര്യം? ഇങ്ങനെ ചിന്താഗതിയോടുകൂടി കഴിയുന്ന ആളുകളുണ്ട്. എന്നാൽ ശിവഗിരി എന്ന് പറയുന്നത് ഒരു വലിയ ആത്മീയ കേന്ദ്രമാണെന്നും ഇവിടെ ജാതിയോ മതമോ ഇല്ല എന്നും ഇവിടുത്തെ സന്യാസിമാരിൽ തന്നെ
എല്ലാ ജാതിയിലും എല്ലാ മതത്തിലും പെട്ടവരുണ്ട്, ക്രിസ്ത്യാനികളും ഉണ്ട് ശിവയിലെ സന്യാസ സംഘത്തിൽ. എല്ലാവർക്കും ഇവിടെ വരികയും സഹകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. അതാണ് ഗുരുദേവൻ വിഭാവനം ചെയ്ത ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വന് വാഴുന്ന മാതൃകാസ്ഥാനം. ഇതിൽ കേരളമതിയുടെ പങ്ക് വളരെ വലുതാണ്. കേരളമതി ഈ പരിപാടികളൊക്കെ വിജയിപ്പിക്കുന്നതിൽ വളരെ ആത്മാർത്ഥമായി ശിവഗിരി മഠവുമായി സഹകരിക്കുന്നുണ്ട്. ജനതയും അത് മനസ്സിലാക്കി പ്രവർത്തിക്കണമെന്ന് ശിവഗിരിക്ക് അഭിപ്രായവുമുണ്ട്. വളരെ നന്ദി. നമസ്തേ.